നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Realme GT Neo 3T എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ്. പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റായ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് റിയൽമിയുടെ GT Neo 3T വിശേഷിപ്പിക്കാം. GT എന്ന ബാഡ്ജിങ്ങുമായിട്ട് അല്ലെങ്കിൽ GT എന്ന പേരുമായിട്ട് വരുന്ന റിയൽമിയുടെ ഏതൊരു സ്മാർട്ട് ഫോണുകളും അടിപൊളി തന്നെയാണ്. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്നാപ്ഡ്രാഗൺ 870 എന്ന അടിപൊളി പ്രോസറുമായിട്ട് വരുന്നു. ഈ 870 എന്ന് പറയുന്ന ഒരു പ്രോസറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഇപ്പോൾ കണ്ടുവരുന്ന പ്രോസറാണ് 870. അങ്ങ് ഏറ്റവും ടോപ്പ് പ്രോസർ അല്ലെങ്കിലും മികച്ച ഗെയിമിങ്ങിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് വരുന്ന പ്രോസറാണ് 870. അപ്പോൾ സാധാരണ റിയൽമി ഫോണുകൾ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിയൽമിയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ബോക്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളി. ഇവിടെ റിയൽമി എന്നൊക്കെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ റിയൽമിയുടെ GT സീരീസ് ഒക്കെ തന്നെ നേരത്തെ ഇത്തരത്തിൽ വലിയ ബോക്സിലായിരുന്നു വന്നിരുന്നത്. OnePlusന്റെ സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്ന ബോക്സിനോട് സാമ്യം തോന്നും ഒറ്റ നോട്ടത്തിൽ നമ്മൾ കണ്ടാൽ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വെള്ള പേപ്പർ ബോക്സ് ആണ് കാണുന്നത്. എക്സ്പ്ലോറിംഗ് ദി എസ്തെറ്റിക്സ് ഓഫ് ടെക്നോളജി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. വേറെ ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്തുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ടോൺ ഉള്ള ഒരു ബാക്ക് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി 80 വാട്ടിന്റെ സൂപ്പർ ഡാർട്ട് ചാർജർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നു. ചാർജിങ് കേബിൾ ആയിട്ട് ഇവിടെ A to C കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ C to C ആണ് നൽകുന്നത്, പക്ഷേ ഇവിടെ A to C ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സ് കണ്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ സ്മാർട്ട് ഫോണിലേക്ക് പെട്ടെന്ന് എത്തുന്നു. ഇതായിരിക്കും സ്മാർട്ട് ഫോൺ. യെസ്, ഇത് വൈറ്റ് കളറാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു യെല്ലോ കളർ വേരിയൻ്റ് ഉണ്ട്. കുറച്ചുകൂടി കാണാൻ ബെറ്റർ കളർ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ ഒരു മോഡലിൽ നിന്ന് തോന്നുന്നു. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ടെക്സ്ചർ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല, ഇതിനകത്ത് ഈ റേസിംഗ് ഫ്ലാഗിനകത്തുള്ള ആ ഒരു ചെറിയ ചെറിയ സ്ക്വയർ കണ്ണുകൾ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ യെല്ലോ കളറിലാണ് കുറച്ചുകൂടി അത് വിസിബിൾ ആകുന്നത്. പക്ഷേ വൈറ്റ് കളറിലും വിസിബിൾ ആണ്. ക്യാമറയിലൂടെ അത്ര അധികം കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വൈറ്റ് കളർ, ഒരു വൈറ്റ് മാർബിൾ ഫീൽ കയ്യിൽ പിടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ കോൾ ഓഫ് ഡ്യൂട്ടി എടുക്കുമ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഗ്രാഫിക് ക്വാളിറ്റി വരുന്നത് വെരി ഹൈയും ഫ്രെയിം റേറ്റ് വരുന്നത് ഹൈയും ആണ്. നമുക്ക് ഗ്രാഫിക് ക്വാളിറ്റി മീഡിയത്തിലാക്കി കഴിഞ്ഞാൽ മാക്സിമം ഫ്രെയിം റേറ്റിൽ ഈ ഒരു ഡിവൈസിൽ കളിക്കാൻ പറ്റും. ഹയർ സെറ്റിംഗ്സിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ലാഗോ കാര്യങ്ങളോ ഫ്രെയിം ഡ്രോപ്പോ ഒന്നുമില്ല. ഈ കാണുന്ന പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് റിയൽമി GT Neo 3T എന്ന ഈ ഒരു സ്മാർട്ട് ഫോണും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വളരെ പേരുകെട്ട നിരവധി സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ കണ്ട പ്രോസറാണ് സ്നാപ്ഡ്രാഗൺ 870. ഫോൺ ഏതൊക്കെയെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. IQ Neo 6, അതുപോലെ പോക്കോ F4, അതിന് മുമ്പുള്ള റിയൽമി GT Neo 2, ഇങ്ങനെയുള്ള ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളെല്ലാം കാണുന്ന മികച്ച ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്രോസർ തന്നെയാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 870. അപ്പോൾ അത് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ ബാക്കിൽ നമ്മൾ കണ്ടതുപോലെ 3 ക്യാമറകളാണ്. ഇതിനകത്ത് പ്രൈമറി ക്യാമറ വന്നിട്ട് 64 മെഗാ പിക്സലും ഇതിന്റെ പ്രൈമറി സെൻസർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഇതിന്റെ ഒരു പ്രൈമറി ക്യാമറയുടെ ഫോട്ടോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സാച്ചുറേഷൻ ആണ്. സാധാരണ പല സ്മാർട്ട് ഫോണുകളും ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഫോട്ടോകൾ തരുന്നത്. പക്ഷേ ഇവിടെ വളരെ നാച്ചുറൽ കളർ മാത്രമാണ്. സാച്ചുറേഷൻ അത്തരത്തിൽ ഓവർ ഒന്നും അല്ല, വളരെ നാച്ചുറൽ കളർ. ഇത്തിരി കുറവുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് തോന്നും. അത്തരത്തിലുള്ള ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിന്റെ പ്രൈമറി ക്യാമറ തരുന്നത്. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഇനി കുറച്ച് വൈഡ് ആംഗിൾ ഫോട്ടോസ് നമുക്ക് ഇതുപോലെ എടുക്കാം. ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഇതിലൂടെ കാണുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:45 സമയം ആ ടൈമിൽ എടുത്തൊരു ഫോട്ടോയാണ്. ആ ക്ലൗഡൊക്കെ നോക്കി നല്ലൊരു സണ്ണി ഡേയിലാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും ആ ഒരു ക്ലൗഡൊക്കെ നല്ല വിസിബിൾ ആണ്. സാധാരണ പല സ്മാർട്ട് ഫോണുകൾ ഇത്തരത്തിൽ ക്ലൗഡൊക്കെ ഡീൽ ചെയ്യുമ്പോൾ അത് ബ്ലീച്ചായി പോകാറുണ്ട്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ക്ലൗഡുകളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാക്രോയെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് അൾട്രാ മാക്രോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മോഡ് തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു അൾട്രാ മാക്രോ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഇവിടെ എടുക്കുന്നത്. 2MB മാക്രോ അത്ര പെർഫെക്റ്റ് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഈ കളർ കുറച്ച് വാഷ് ഔട്ടായി പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ സാച്ചുറേഷനും ഇല്ല, കളർ ഭയങ്കരമായിട്ട് മാക്രോയിൽ കുറയുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. മനോഹരങ്ങളായിട്ടുള്ള സെൽഫി ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ ഇത്തരത്തിൽ റൈറ്റ് പഞ്ച് ഹോൾ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. അതും 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ വളരെ നീറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ തന്നെയാണ് സെൽഫി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്. എസ്പെഷ്യലി ഈ പറഞ്ഞ സാച്ചുറേഷൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പല സ്മാർട്ട് ഫോണുകളും ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് സെൽഫി ക്യാമറയിലൊക്കെ ഫോട്ടോസ് നൽകുന്നത്. അത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ ഇല്ല. വളരെ
നോർമൽ ആയിട്ടുള്ള കളർ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെൽഫി ഫോട്ടോകൾ നൽകുന്നത്. ഒരുവിധം ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിലും സെൽഫി ക്യാമറ കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ബാക്ക് ക്യാമറയിൽ നമുക്ക് 4Kയിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഫുട്ടേജാണ്. ഒരുവിധം കുഴപ്പമില്ലാത്ത വീഡിയോ ഫുട്ടേജ് തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 1080 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 1080യിൽ മാത്രമാണ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഫുട്ടേജ് എന്ന് പറയുന്നത് 4K 60യിലായിരുന്നു. അതിൽ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു ഔട്ട്ഡോർ ലൈറ്റിങ്ങിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി ഇൻഡോർ ലൈറ്റിങ്ങിൽ അഥവാ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സത്യസന്ധമായിട്ട് പറയട്ടെ, ലോ ലൈറ്റിലും മികച്ച പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലോ ലൈറ്റിലും നല്ലൊരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ കാഴ്ചവെക്കുന്നു. പരിതാപകരമെന്ന് പറയട്ടെ, ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാൻ സാധിക്കൂ. ബാക്കിൽ 4K 60 ഉണ്ടെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള ഫുൾ HD മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഫ്രണ്ട് ക്യാമറ അറ്റ്ലീസ്റ്റ് ഫുൾ HDയിൽ ഒരു 60 ഫ്രെയിംസ് പെർ സെക്കൻഡെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇത് ഇവിടെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. 2 വലിയ ക്യാമറകളും ഒരു ചെറിയ ക്യാമറ LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കൽ ഒരു റിയൽമി സ്മാർട്ട് ഫോൺ ആണെന്ന് ബാക്ക് ഡിസൈൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ വല സൈഡിലായിട്ടാണ് ഇവിടെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രിൽ, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ട് വരുമ്പോഴാണ് വോളിയം റോക്കേഴ്സ് നൽകിയിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഇടത് സൈഡിൽ ഇരിക്കുന്നത് റിയൽമി GT Neo 2 ആണ്. കാഴ്ചയ്ക്ക് നോക്കി ആ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഡിസൈനൊക്കെ ഏകദേശം സെയിം ആണ്. കളറിനകത്തൊക്കെ വരുന്ന ഒരു വ്യത്യാസം മാത്രമാണ് കാഴ്ചയ്ക്ക് വരുന്നത്. ഇതൊരു ഹൈ ഫ്ലൂറസെന്റ് കളറിലൊക്കെ കൊടുത്തിരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു ഡീസന്റ് കളറിൽ നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമാണ് ഡിസൈൻ വൈസിൽ നമുക്ക് കാണാനുള്ളത്. ഏതാണ്ട് സൈസും എല്ലാം ഏകദേശം സിമിലർ ആയിട്ട് നമുക്ക് റിയൽമി GT Neo 2ലും ഇവിടെ GT Neo 3Tയിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 870 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഇതിനകത്ത് 13 വ്യത്യസ്ത 5G ബാൻഡുകളുടെ സപ്പോർട്ടും ഉണ്ട്. ഇന്ത്യയിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം 12 ബാൻഡുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. എങ്കിലും 13 ബാൻഡിന്റെ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും 5G റെഡി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരും. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 8GB റാം ആണ് നൽകിയിരിക്കുന്നത്. അത് LPDDR4X റാം ആണ്. എന്നാൽ ഇതേ പ്രോസസറും 8GB റാമും വരുന്ന മറ്റ് ചില ഫോണുകളിൽ ലേറ്റസ്റ്റ് LPDDR5 റാം നൽകി കാണാറുണ്ട്. പക്ഷേ ഇവിടെ 4X റാം ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഇന്റർണൽ മെമ്മറി വേരിയന്റ് വന്നിട്ട് 2 വേരിയന്റ് ഉണ്ട്. 128GB ഇന്റർണൽ മെമ്മറി വേരിയന്റ്, 256GB ഇന്റർണൽ മെമ്മറി വേരിയന്റ് ഉണ്ട്. അതിന്റെ സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് 3.1 തന്നെയാണ് നൽകിയിരിക്കുന്നത്. മികച്ച സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഞാൻ സ്മാർട്ട് ഫോണുകളിൽ മികച്ച സൗണ്ട് ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്ത ചുരുക്കം ചില സ്മാർട്ട് ഫോണുകളേ ഉള്ളൂ. അതിനകത്ത് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. റിയൽമി GT Neo 3 എന്ന ബ്ലൂ കളറിൽ വന്ന സ്മാർട്ട് ഫോണാണ്. അതിന്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്ന അപാരമായിരുന്നു. എസ്പെഷ്യലി ആ ഒരു സ്റ്റീരിയോ സ്പീക്കറുകളൊക്കെ അടിപൊളിയായിരുന്നു. അത്രയും ഇല്ലെങ്കിലും ഇതിന്റെയും മനോഹരമായിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ്. ഒരു സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അതിമനോഹരം തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ കിടിലൻ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി നോക്കിയാൽ അതിമനോഹരം. അതിന് കാരണം E4 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ക്യാമറ കണ്ടില്ലേ, വളരെ ചെറിയൊരു സൈസിൽ ആ ഒരു സൈഡിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും അതിമനോഹരമായിട്ടുള്ള ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വ്യൂയിങ് ആംഗിളൊക്കെ പക്ക തന്നെയാണ്. മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു AMOLED ഡിസ്പ്ലേ നൽകുന്നുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കറും ഈ പറഞ്ഞ E4 AMOLED നൽകുന്ന ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയും കൂടെ നൽകുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നത്. റിയൽമി GT Neo 2ൽ നിന്ന് GT Neo 3Tയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാന വ്യത്യാസവും അത് തന്നെയാണ്. അതായത് ബാറ്ററിയൊക്കെ സെയിം ആണെങ്കിലും ഈ ഒരു ചാർജർ റിയൽമി GT Neo 2ൽ വന്നിട്ട് 65 വാട്ട് ആയിരുന്നെങ്കിൽ ഇവിടെ 3Tയിലേക്ക് വരുമ്പോൾ അത് 80 വാട്ടായി അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. 6.62 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് E4 AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരിക്കുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്തരത്തിൽ 120 ഹെഡ്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AMOLED ഡിസ്പ്ലേ വിത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് മാത്രമല്ല, ഈ ഒരു സ്മാർട്ട് ഫോണിന് 1000 ഹെഡ്സ് ആണ് ഇതിന്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗെയിം കളിക്കാൻ ഡിസ്പ്ലേ വിഭാഗവും അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവും വരില്ല. ഇന്ന് വരുന്ന സാധാരണ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ 600, 800,
900 ആ ഒരു റേഞ്ചിലാണ് സാധാരണ ഒരു 30,000 താഴെ വരുന്ന പല ഫോണിനകത്തും വരുന്നത്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബ്രൈറ്റ്നസ് തന്നെ നൽകിയിട്ടുണ്ട്. ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് റിയൽമി UI 3ലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്ലോട്ട് വേസുകളുണ്ട്. കണ്ടില്ലേ, നിരവധി ആപ്പുകൾ. ഇപ്പോൾ ഫോൺ പേ ഉണ്ട്, അതുപോലെ ലിങ്ക്ഡിൻ, മോജ്, റിയൽമിയുടേതായിട്ട് തന്നെ കുറേ ആപ്ലിക്കേഷൻസ്, ഡെയിലി ഹണ്ട്, ബൈജൂസ് ലേണിംഗ് ആപ്പ് എന്ന് വേണ്ട കുറേ ബ്ലോട്ട് വേസുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നു. ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെന്റ് സ്മാർട്ട് ഫോൺ ആണ്. അതൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷേ ലുക്ക് വൈസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്ക് ഫോണിന്റെ ഈ ഒരു റിയൽമിയുടെ UI നൽകുന്നുണ്ടെങ്കിലും നിരവധി ആപ്പുകൾ കുത്തി നിറച്ച് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. NFC സപ്പോർട്ടും ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വെറും 8.65 മില്ലിമീറ്ററും അതുപോലെ ഇതിന്റെ ഒരു ഭാരം എന്ന് പറയുന്നത് 194.5 ഗ്രാം ഭാരമാണ്. അപ്പോൾ 200 ഗ്രാമിൽ താഴെയുള്ള ഭാരം ഐഡിയൽ വെയിറ്റ് എന്നേ പറയാൻ പറ്റൂ. ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. ഓക്കെ, ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇൻ ഹാൻഡ് ഫീലും അടിപൊളി തന്നെയാണ്. ഫോണിൽ ഫിംഗർ പ്രിന്റ് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് സ്ക്രീനിന്റെ ഒരുപാട് താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടി മുകളിലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ സിംഗിൾ ഹാൻഡ് യൂസേജിൽ കുറച്ചും കൂടി ഈസി ആയേനെ എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഡ്രിഫ്റ്റിംഗ് വൈറ്റ്, ഡാഷ് യെല്ലോ, ഷെയ്ഡ് ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഡ്രിഫ്റ്റിംഗ് വൈറ്റ് എന്ന കളർ വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഡാഷ് യെല്ലോ എന്ന കളറാണ് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പ്രൈസിംഗ് പറയുന്നതിന് മുമ്പ് റിയൽമി GT Neo 2ഉം ഇത്തരത്തിൽ Neo 3Tയും തമ്മിൽ ഉള്ള വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഈവൻ സൈസും ക്യാമറയും ബാറ്ററിയും ഒക്കെ ഏകദേശം സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഇവിടെ 65 വാട്ടും ഇവിടെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അത്രയും ഒരു വ്യത്യാസമേ ഇതിനകത്ത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിവായിട്ടില്ല എങ്കിലും നമുക്കൊരു പ്രൈസ് ഇത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം റിയൽമി GT Neo 2 35,000 രൂപയ്ക്കാണ് വിറ്റത്. ഇവിടെ GT Neo 3Tയും ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് അതിന്റെ ഒരു പ്രൈസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രധാന എതിരാളികൾ ആരെന്ന് ചോദിച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മുൻഗാമിയായിട്ടുള്ള റിയൽമി GT Neo 2, അതുപോലെ പോക്കോ F4, അതുപോലെ IQ Neo 6 ഇതെല്ലാം ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസറുമായിട്ടാണ് വരുന്നത്. അതിൽ റിയൽമി GT Neo 2 35,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വന്നത്. അതുപോലെ IQ Neo 6 വന്നിട്ട് 30,000 പ്രൈസ് റേഞ്ചിലും പോക്കോ F4 വന്നിട്ട് 28,000 രൂപ പ്രൈസ് റേഞ്ചിലുമാണ് വന്നത്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രൈസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു 28,000-നും 35,000-നും ഇടയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം റിയൽമി തന്നെ അറിയിക്കുന്നുണ്ട്, ഏകദേശം 7,000 രൂപയോളം ഡിസ്കൗണ്ട് ഈ വരുന്ന ഫെസ്റ്റീവ് സീസണിൽ റിയൽമി GT Neo 3Tക്ക് റിയൽമി നൽകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ഡിസ്കൗണ്ടും ഒക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ഈ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും മികച്ച ഒരു പ്രൈസിൽ തന്നെ ഒരുപക്ഷെ റിയൽമി GT Neo 3T റിയൽമി വിൽക്കാൻ സാധിക്കും. എന്ത് തന്നെയാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു പ്രൈസ് വീഡിയോയുടെ താഴെ അപ്ഡേറ്റ് ചെയ്യാം.